ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷനിൽ വിജയം നേടിയപ്പോൾ അവിടെ മത്സരിച്ച് വിജയിച്ച കൗൺസിലർമാരെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവർക്ക് വലിയ വിരുന്ന് നൽകുന്നു. വലിയൊരു പ്രചോദനമാണ്. പറഞ്ഞു വന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വിരുന്നുമൊക്കെ നൽകുന്നുണ്ട്. ശരിക്കും അതിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ BJPക്ക് വേരുകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ലക്ഷ്യം. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര MLA മാരെ സൃഷ്ടിക്കാം, നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ തിരുവനന്തപുരത്ത് എത്ര MLA മാരെ വാർത്തെടുക്കാൻ സാധിക്കും, മൊത്തത്തിൽ UDFനും LDFനും എതിരായിട്ട് എങ്ങനെയാണ് ഒരു NDA സഖ്യത്തെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരിക. വിദ്യാസമ്പന്നരുള്ള സംസ്കാര സമ്പന്നരുള്ള കേരളത്തിൽ BJP വളരില്ല എന്നാണ് പല കോണിൽ നിന്ന് ഉയരുന്ന വാദം. ശരിയാണോ? ഇല്ല, ഈ കാര്യങ്ങളൊന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് VV രാജേഷ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ അതെങ്ങനെയോ എൻ്റെ മൊബൈലിൽ എവിടെയോ പോയി. ഇതിപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ ഈ സാധനം എങ്ങോട്ടെങ്കിലും പോവില്ല. പിന്നെ ഞാൻ തപ്പി നോക്കിയിട്ടിട്ട് കാണുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, അതിൻ്റെ അടിക്കുറിപ്പ് കണ്ട് ഞാൻ മനസ്സിലാക്കിയത്, മാതൃകാ കോർപ്പറേഷനായിട്ട് തിരുവനന്തപുരത്തെ മാറ്റണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുക. അതിനായിട്ട് മറ്റ് കോർപ്പറേഷൻസ് ഇതുപോലെ സൂപ്പറായിട്ട് നടക്കുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദ്, മധ്യപ്രദേശിലെ ഇൻഡോർ, ഭോപ്പാൽ, ഇതുപോലെയൊക്കെയുള്ള കോർപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ, ഓരോ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഓഫ് കോഴ്സ് അവിടെ ഇവിടെയും സ്ഥിതി വേറെയാണ്. ഒന്നാമത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പ്രശാന്ത് ആലോചിച്ച് നോക്കി, വലിയൊരു വില്ലേജാണ്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയായിരുന്നു തിരുവനന്തപുരം. ഇപ്പോൾ അത് കിഴക്കേക്കോട്ട മുതൽ ശാസ്തമംഗലം വരെയായിട്ട്. ആ ഒരു നിര കടകൾ അങ്ങ് കഴിഞ്ഞാൽ പുറകിൽ ഗ്രാമപ്രദേശം. ഒരു ശക്കലം അങ്ങോട്ട് പോയാൽ ഗ്രാമമായി. തിരുവനന്തപുരം വലിയൊരു വില്ലേജാണ്. കോർപ്പറേഷൻ, നഗരം എന്നൊക്കെ നമ്മൾ പറയും. എറണാകുളം അതുപോലെയാണ്. എറണാകുളം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വലുതാക്കുന്നത്, കോയമ്പത്തൂരിൻ്റെ വാലയെ കിട്ടാൻ കൊള്ളാവുന്ന വലിപ്പം കോഴിക്കോടിനോ എറണാകുളത്തിനോ തിരുവനന്തപുരത്തിനോ ഉണ്ടോ? ഇല്ല. അതൊക്കെയാണ് നഗരം. ശരി, അപ്പം നമുക്കത് നമ്മളെ തന്നെ നമ്മൾ മോശമാക്കി പറയണ്ട. ഇപ്പോൾ തിരുവനന്തപുരം നഗരം നേരെയാക്കുക, ഈ അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, ചവർ നീക്കം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എൻക്രോച്ച്മെൻ്റാണ്. ആ എൻക്രോച്ച്മെൻ്റാണ് ആദ്യം നമ്മുടെ ശ്രീമതി ശ്രീലേഖ ഒരു എൻക്രോച്ച്മെൻറ്റ് ഇറക്കിവിട്ടു. നല്ല വാക്ക് പറഞ്ഞിട്ട് ആ ചെറുക്കം കേട്ടില്ല. പിന്നെ ഇത് മാധ്യമങ്ങൾ ഇടപെട്ട് ഇച്ചിരി വഷളായി കഴിഞ്ഞപ്പോൾ വഴങ്ങി കൊടുത്തു. ആദ്യം ബലം പിടിച്ചൊക്കെ നിന്നതാണ്, നിയമപരമായിട്ട് നേരിടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയാമില്ല. പിറ്റേ ദിവസം നിയമവും വേണ്ട, ഒന്നും വേണ്ട, പായം തലയണയൊക്കെ ആയിട്ട് കക്ഷി വേറെ സ്ഥലത്തേക്ക് പോയി. ഇതുപോലെ എത്ര പേരെ ഒഴിപ്പിക്കാനുണ്ടെന്നറിയാമോ? ഇവർ ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരും മുഴുവൻ സംഘടന ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് ഒരുപാട് കെട്ടിടങ്ങൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. വായനശാല, റീഡിംഗ് റൂം, ലെനിൻ ക്ലബ്ബ്, സ്റ്റാലിൻ ക്ലബ്ബ്, ദിമിത്രോവ് സ്മാരകം, ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണായ സ്ഥലത്തെ ബിൽഡിംഗ് മുഴുവൻ കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒഴിപ്പിച്ച് വരുമ്പോൾ എൻ്റെ നോട്ടത്തിൽ VV രാജേഷിന് ഇപ്പം വലിയ നെറ്റിയായി, മുടി പുറകോട്ട് പോയി. ഇത് ഫുൾ കഷണ്ടിയായാലും ഇവരെ ഒഴിപ്പിച്ച് തീരില്ല. ആ രീതിയിലുള്ള കൈയേറ്റം, ടെൻഷൻ അതുപോലെ വരും. ഇതുങ്ങളുമായിട്ട് ഗുസ്തി പിടിക്കേണ്ട, ഒരുത്തിനെ ഇറക്കി വിടുക എന്നൊന്നും എല്ലാവരും VK പ്രശാന്ത് പോലെ ഇറങ്ങണമെന്നൊന്നുമില്ല. അവിടെ VK പ്രശാന്തിനെ വിറ്റ കാശ് ചില്ലറയായിട്ട് പോക്കറ്റിലിട്ടുകൊണ്ടാണ് ആനാവൂർ നാഗപ്പൻ ഇരിക്കുന്നത്. അങ്ങോട്ട് കളിക്കും. ആനാവൂർ നാഗപ്പൻ, ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ ഉള്ള ബുദ്ധിജീവികൾ അവരിവരൊക്കെ. പണ്ട് നമ്മുടെ
സിനിമാ താരം സുകുമാരൻ ചോദിച്ചിരുന്നു. എനിക്കറിയാമനായിട്ട് ചോദിക്കുകയാണ്, കേരളത്തിലെ ബുദ്ധിജീവികൾ മുഴുവൻ കടകംപള്ളിയിലും കല്ലേമ്പള്ളിയിലും ആണോ? പുള്ളി നോക്കിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നിറയെ കടകംപള്ളിക്കാരും കല്ലേമ്പള്ളിക്കാരും. ചോദിച്ചില്ല, ഇതിനും മാത്രം ശാസ്ത്രജ്ഞന്മാർ കടകംപള്ളിയിലും കല്ലേമ്പള്ളിയിലും, വേറെ നാട്ടിൽ ശാസ്ത്രജ്ഞനൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര വർഷം? 45-46 വർഷം. 42 വർഷം കഴിഞ്ഞു. അത്രയും കാലമൊക്കെ ഒരു കോർപ്പറേഷൻ ഭരിച്ചു കഴിഞ്ഞാൽ ഞാനും പ്രശാന്തും പോലും അഴിമതിക്കാരനായിട്ട് മാറും. ഒരു പരിധിയിൽ പവർ കറപ്റ്റ്സ് എന്ന് പറയില്ല. നമ്മൾ ആദ്യം വലിയ മാന്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി 5 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, 15 കൊല്ലം കഴിഞ്ഞു. പിന്നെ മറ്റേയിലെ മോഹൻലാൽ ശ്രീനിവാസനോട് ചോദിക്കുന്ന പോലെ ഇച്ചിരി വെള്ളം ഒഴിക്കാല്ലേ എന്ന് ഞാൻ പ്രശാന്തിനോട് ചോദിക്കും. പ്രശാന്തിനോട് കുറച്ച് വെള്ളം ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് ഈ അഴിമതിയുടെ തുടക്കം. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. നമ്മൾ അഴിമതിക്കാരല്ലെങ്കിൽ നമ്മളെ അഴിമതിക്കാരനാക്കാനായിട്ടുള്ള സാമർഥ്യമുള്ള വേറെ ആൾക്കാരുണ്ട്. നമ്മുടെ പാർട്ടി തന്നെ നമ്മളെ ധർമ്മസങ്കടത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചിട്ട് അഴിമതി ചെയ്യിക്കും. അല്ലെങ്കിൽ പാർട്ടിയുടെ മാനമാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം പാർട്ടിയുടെ മാനം കാക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും അഴിമതിക്കാരാകും. ഇങ്ങനെയാണ്. ഇത് 40-45-50 വർഷം ചെയ്ത ആൾക്കാർ അതും അഴിമതി നടത്താൻ ഒരു മടിയുമില്ല. മാത്രമല്ല അഴിമതിയാണെന്ന് പോലും അറിയില്ല. ആര്യ രാജേന്ദ്രൻ പറ്റിയത് അങ്ങനെയാണല്ലോ. ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പന് കത്ത് കൊടുത്തു, സഖാവെ ആരെയൊക്കെ നിയമിക്കണമെന്ന് എഴുതിത്താന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കത്ത് കൊടുക്കും മേയർ. അങ്ങനെ അല്ല നിയമിക്കേണ്ടതെന്നും അങ്ങനെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ആ പെങ്കൊച്ചിന് അറിയില്ല. അത്രയ്ക്ക് പഠനമില്ല. ഇതാണ് ശരിയെന്ന് വിചാരിച്ച് അവർ ചെയ്യുകയാണ്. പണ്ടില്ലേ ഇവരെ ബെല്ലാരിയിലെ റെഡ്ഡി ബ്രദേഴ്സ്, അവരെ പോലീസ് പിടിച്ചു. അപ്പോൾ CBI ആണ്, കോടതിയിൽ കൊണ്ടുപോയി ഹാജരായി ജാമ്യാപേക്ഷയാണ്. അപ്പോൾ CBIയുടെ വണ്ടി വന്നു പ്രതിയെയും കൊണ്ട്. ബെല്ലാരിക്കാർ ജാമ്യം കിട്ടിക്കഴിഞ്ഞ് പോകാനായിട്ട് അവരുടെയും വണ്ടി. ബെല്ലാരിക്കാരുടെ ഡ്രൈവർ സിഗരറ്റ് വലിക്കുന്നു, CBIയുടെ ഡ്രൈവർ ഒരു സിഗരറ്റ് താന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ ലോക്കൊക്കെ ആയി. CBI ഡ്രൈവർ ചോദിച്ചു, എന്താടോ ഈ വലിയ പെട്ടിയൊക്കെ? അയാൾ പറഞ്ഞു, ഒന്നും പറയണ്ട, ഇന്ന് രാവിലെ മുതൽ വലിയ ഓടും. ജാമ്യം കിട്ടാനായിട്ട് മജിസ്ട്രേറ്റിന് 10 കോടി രൂപ കൊടുത്തു. 8 കോടി രൂപ രാവിലെ വീട്ടിലെത്തിച്ചു. 7 മണിക്ക് അത് വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞു. ബാക്കി 1 കോടി രൂപ അതിനകത്ത് ഇരിക്കുകയാണ്. ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ അതും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. എൻ്റെ കഷ്ടപ്പാടാണ്. CBIക്കാർ ഞെട്ടിപ്പോയില്ല. 10 കോടി രൂപ കൊടുത്തു. CBIയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും പോലീസുകാരനാണ്. അയാളപ്പോൾ തന്നെ കോടതിക്കുള്ളിൽ പോയിട്ട് ഓഫീസറോട് പറഞ്ഞു, സാറേ ഇന്ന മാതിരിയാണ് സാധനം ജീപ്പിലിരിപ്പുണ്ടെന്ന്. പിടിച്ചു, ഹൈക്കോടതിയെ അറിയിച്ചു. ഉച്ചയ്ക്ക് മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു, കേസായി. അപ്പം ഇത് ഈ ഡ്രൈവറെ സമയത്തോളം അയാൾ ധരിച്ചിരിക്കുന്നത് ജാമ്യം വാങ്ങുക എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുക. എന്ത് സാധനവും നമ്മൾ വാങ്ങുമ്പോൾ കാശ് കൊടുക്കും. ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ട് നമ്മളൊരു കടലാസ് വാങ്ങണമെങ്കിൽ 150 രൂപ അവിടെ കൊടുക്കണം. അതുപോലെ വലിയ മുതലാളിമാരായി കഴിയുമ്പോൾ 10 കോടി രൂപ കൊടുക്കണം. നമ്മളൊക്കെയാണ് 150 രൂപ 200 രൂപ. ഇതാണ് ആ ഡ്രൈവർ പാവം, അയാളുടെ ധാരണ അതാണ്. ജീവിതകാലം മുഴുവൻ അയാൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെയാണ് ആര്യ രാജേന്ദ്രൻ സംഭവിച്ചത്. അവരിതാ കണ്ടിട്ടുള്ള ആര്യ രാജേന്ദ്രൻ 25 വയസ്സിലേ ഉള്ളൂ മേയറാകുമ്പോൾ. അത് അവിടെ പറ്റിയെന്തോന്ന്, അവിടെ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയി. അപ്പോൾ അവിടെ ഈ ജില്ലാ കമ്മിറ്റിക്ക് അത് ശരിക്കും ഭയങ്കര ഗ്രൂപ്പാണ്. അതിനകത്ത് ഇദ്ദേഹം അപ്പൊ അത്രയും അറിവ് കാണത്തുള്ളത് ഞാൻ പറഞ്ഞു. ആര്യ രാജേന്ദ്രൻ ജനിക്കുന്നതിന് മുമ്പ് CPM തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുക. അവർ ജനിക്കുന്നതിൻ്റെ 15 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ ജനിച്ചു വീണതേ അഴിമതിയിലാണ്. അപ്പോൾ പിന്നെ അഴിമതി എന്താണെന്ന് എങ്ങനെ അറിയും? അത് സ്വാഭാവികമായ പ്രവൃത്തിയാണ്. ഈ മരുഭൂമിയിൽ താമസിക്കുന്നവർക്ക് മരുഭൂമി എന്താണെന്ന് അറിയാൻ പറ്റില്ല. കാരണം അവർ മറ്റത് കണ്ടിട്ടില്ലല്ലോ. വസന്തമോ ഹേമന്തമോ ശിശിരമോ പച്ചപ്പുല്ലോ ഒന്നും അവർ കണ്ടിട്ടില്ല. ജീവിതകാലം മുഴുവൻ മരുഭൂമിയാണ്. അപ്പോൾ അവരോട് പോയിട്ട് ചേട്ടാ ഇവിടെയൊക്കെ മരുഭൂമിയാണല്ലോ, അത് എന്താ കുഴപ്പം എന്ന് ചോദിക്കും. എന്ന് പറയുന്ന പോലെയാണ് ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി. അവർ ജനിച്ചു വീണതേ ഇതില്ല. അവർ ജനിക്കുന്നതിൻ്റെ 15 വർഷം മുമ്പ് തുടങ്ങിയ അഴിമതിയാണ്.
അപ്പോൾ അതങ്ങ് ഉറച്ച് സിമെൻ്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കുക അഴിമതി. ആനാവൂർ നാഗപ്പനെ പിന്നെയും അറിയാം, കാരണം പുള്ളി കുറച്ചുകൂടെ പ്രായമുള്ള ആളാണ് പുള്ളി. പക്ഷേ ഈ സാധനം കൈവിട്ട് പോയില്ലേ, കത്ത് കൈവിട്ട് പോയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഈ ജാതി ഏടാകൂടങ്ങളൊക്കെ നിർത്തിയിട്ട് ഇതൊന്ന് സ്വച്ഛമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. അതിനു വേണ്ടിയിട്ടും പിന്നെ ഈ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ പ്രിയോറിറ്റി ആയിട്ട് ഭാരതീയരെ മൊത്തം ഭാരതം ഒന്ന് ചുറ്റി കാണിക്കും. അത് കാണിക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ മാറി ഒന്ന് മനസ്സൊന്ന് വിശാലമാകും. ഈ ഇവിടെ കിടന്ന് സിന്ദാബാദ് വിളിക്കുന്നവനൊക്കെ ഉണ്ടല്ലോ, ഒന്ന് തമിഴ്നാട് മഹാരാഷ്ട്രയൊക്കെ കറങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി വെളിവ് വരും. ഇവിടെ ഈ ഇട്ടാവട്ടത്ത് കിടന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതും മോദിയുടെ ഒരു, ഞാൻ ഈ പോയവർ യൂസ്ലെസ് ആണെന്നും അവിടെ പോയാലേ അവിടെ ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു മാനസിക വികാസം ഉണ്ടാവാൻ ഇത്തരം ദീർഘയാത്രയും അവിടെ പോയി പാർലമെൻറ്റ് കാണാത്തവരുണ്ട്, ഉണ്ടല്ലോ. രാജ്യസഭ, ലോക്സഭ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിലാണ്, ഞാൻ തന്നെ കണ്ടിട്ടില്ല. പഴയ ബിൽഡിങ്ങിൽ അവിടെ കയറ്റുകയില്ലായിരുന്നു, പുതിയ ബിൽഡിങ്ങിലും കയറ്റും. നമ്മളെപ്പോലെ സാധാരണക്കാരനെ അവിടെ ചെന്നാൽ കവളം മടലിന് അടിച്ചു കൊടുക്കും. ഇവർ ഈ അഡ്രസ്സിൽ പോകുന്നതുകൊണ്ട് ഇവർക്ക് പാർലമെൻറ്റിലേക്ക് പോയി കയറി കാണാനൊക്കെ പറ്റും. അല്ലെങ്കിൽ അത്ര സെക്യൂരിറ്റിയാണില്ല. അപ്പോൾ ഇതൊക്കെ വിചാരിച്ചിട്ട് ഇവർക്കൊരു എക്സ്പോഷറും ആകട്ടെ, ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് കേരളത്തെ സെലക്ട് ചെയ്ത് മോദി ചെയ്തതാണ്. അതല്ലാതെ BJP ഭരിക്കുന്ന കോർപ്പറേഷനിലെ കൗൺസിലർമാരെ മുഴുവൻ ഡൽഹിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവും. അതുപോലെ ഉണ്ട്. ഒരു 2 വർഷമെങ്കിലും ആ ജോലിക്ക് വേണ്ടി വരും. മാത്രമല്ല പിന്നെ MLA-മാരെ വിളിക്കണ്ടേ, മന്ത്രിമാരെ വിളിക്കണ്ടേ ഓരോ സംസ്ഥാനത്തെയും. അപ്പോൾ തിരുവനന്തപുരത്തിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തിട്ട് ഇവരെ വിളിച്ച് തിരുവനന്തപുരത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ഇൻപുട്സും ഉണ്ട്. ഓർക്കാപ്പുറത്ത് പുള്ളിയുടെ ഒരു പ്രത്യേകത അതാണ്, നമ്മുടെ നാടിന് എന്താ വേണ്ടതെന്ന് അങ്ങേർക്ക് നന്നായിട്ടറിയാം. അതൊക്കെ ഈ ഓരോ സാധനങ്ങളും ഇപ്പോൾ ഇവിടുത്തെ എന്തോ ഈ പത്മശ്രീയൊക്കെ കൊടുക്കുമ്പോൾ കാണാം, ഇതുവരെ നമ്മൾ കേൾക്കാത്ത ആളിനാണ് അദ്ദേഹം പത്മശ്രീ കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ മനുഷ്യൻ ഇത്രയധികം ജോലി ചെയ്തിരുന്നെന്നും നിശബ്ദനായിട്ട് പെർഫോം ചെയ്യായിരുന്നു. ഇതൊക്കെ എങ്ങനെ മോദി വരെ എത്തുന്നു? ആരോ എത്തിക്കുന്നതല്ലല്ലോ, മോദിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല. അപ്പോൾ ശരിക്കും പെർഫോം ചെയ്യുന്ന ആൾക്കാരെ പുള്ളി നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഇൻപുട്സ് കൊടുക്കാനും പുള്ളിക്ക് സാധിക്കും. മൊത്തത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഈ യാത്ര ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് ഒരു 5000 മുതൽ 10000 വരെ വോട്ടുകൾ മാറിയാൽ ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് പല ജില്ലകളിലായിട്ട് അത് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊരു സ്റ്റെപ്പ് വെക്കാനായിട്ടൊരു പ്രേരണ ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഇല്ല, ആ ഒരു ആംഗിൾ അതിനില്ല കേട്ടോ. പൊളിറ്റിക്സ് വിചാരിച്ചിട്ടല്ല ശരിക്കും. പൊളിറ്റിക്സ് മറ്റു രീതിയിലാണ്. പൊളിറ്റിക്സ് ആണെങ്കിൽ വേറൊരു ടീമിനെ ആയിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ അടുത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു എഫർട്ടൊന്നും എടുക്കാനില്ല. സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യാം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാനുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഒരു എലക്ഷൻ സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് വിളിപ്പിച്ചതല്ല അത്. അങ്ങനെ വിളിക്കാറായിട്ടുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, വേണമെങ്കിൽ അതൊരു മാതൃകയാക്കാം. ഇപ്പോൾ അതിനകത്ത് ഈ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിരുന്ന 2 സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്നാൽ നമ്പർ 1 ആക്കും അത് നഗരം. രണ്ടാമത് പറഞ്ഞിരുന്നത് അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരും. അഴിമതിക്കാരെ ആദ്യമേ MLA ഉൾപ്പെടെ ഉള്ളവരെ പുറത്തു കൊണ്ടുവന്ന് ഈ ശ്രീലേഖയാണ്. അല്ല, അതിൻ്റെ ഒരു ഫോളോ അപ്പ് അവിടെ ഈ ഇവരെ തുറന്ന് കാണിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. കാരണം സാധാരണക്കാരനെ തുറന്ന് കാണിക്കാൻ പറ്റും. കാരണം അവിടുത്തെ കടകൾ മൊത്തവും ഈ വളരെ കാലമായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുക. വളരെ തുച്ഛമായ, അതായത് നമ്മളീ പറയുന്നുണ്ടെങ്കിൽ 10000 രൂപ കിട്ടേണ്ടത് 100 രൂപ, 150 രൂപ, 1000 രൂപ എന്നല്ലേ. അപ്പോൾ അത് ശ്രീലേഖ അതൊരു വളരെ കൃത്യമായിട്ടൊരു തുടക്കം കുറിച്ചു. അത് അവർക്ക് പറ്റുന്ന അവരുടെ വാർഡിലേ പറ്റത്തുള്ളായിരിക്കും. പക്ഷേ അതിൻ്റെ അത് അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ രാജേഷ് പറയുന്നത് കേട്ടു. പക്ഷെ അതിനെ ഒന്നും കണ്ടില്ല. ഇനി എല്ലാവരുടെ പരസ്പര ധാരണയോടുകൂടി സഹകരണ സംഘത്തോടുകൂടി മുമ്പോട്ട് പോവാണോ? ഇല്ല, ഈ ജനങ്ങൾക്ക് വാസ്തവം പറഞ്ഞാൽ ജനങ്ങൾക്ക് അഴിമതി വലിയൊരു പ്രശ്നമല്ല, അതൊരു ശീലമായി മാറിക്കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് അഴിമതി പിടിച്ചു എന്നുള്ളത് കൊണ്ട് വലിയ മാർക്കൊന്നും ആർക്കും കിട്ടുമെന്ന് എനിക്ക് വിചാരമില്ല. ഞാൻ തുറന്ന് പറയും, പൊതുവേ ജനങ്ങളുടെ മനസ്സാണ്, 200 രൂപ അവിടെ കൊടുക്കും, അയാളെ അഴിമതിക്കാരൻ, ഇതിലും വലിയ എത്രയോ കൊള്ളക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കമൻ്റായിരിക്കും. ആളുകൾക്ക് റോഡ്, വെള്ളം, കറണ്ട്, ചവറ്, തെരുവ് നായ, ഈ 5 കാര്യം ഒന്ന് കൈകാര്യം ചെയ്താൽ ജനം ഹാപ്പിയാകും. ഏതായാലും ഈ പറഞ്ഞ കാര്യത്തിനകത്തും രാജേഷ് ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യമേ തെരുവുനായി പിടിച്ചു, ഇനിയും അല്ല അയാൾ, എനിക്ക് തോന്നുന്നു അയാൾ ഈ വൃത്തിയാക്കുന്നു. അഴിമതിക്കാരെ പുറത്താക്കുന്ന കാര്യം വളരെ, കാരണം 10-20 വർഷമായിട്ട് ഒരേ ഓഫീസിൽ ഒരേ തസ്തിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന കുറേ അധികം കുറെ ആൾക്കാർ ആൾക്കാരൊക്കെ രാവിലെ ഒപ്പിട്ടിട്ട് പോയി സിനിമ ഷൂട്ടിംഗ് കാണാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ കാര്യത്തിന് പോകുന്നു. ഇനി അങ്ങനെയുള്ളവർ വേണ്ട, ഒന്ന് കസേരയൊക്കെ ഒന്ന് മാറിയിരുന്ന് വർക്ക് ചെയ്യാം. പക്ഷേ 90% ആൾക്കാർ ഇപ്പോഴും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന സർവീസ് സംഘടനകളിൽ പെട്ടവരല്ലേ. എത്ര അധ്വാനം വേണ്ടി വരും രാജേഷ് അതൊന്ന് ഇളക്കി പ്രതിഷ്ഠിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത് രാജേഷ് കഷണ്ടി കയറി നാശമാകും. അല്ല, അധ്വാനം വേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് ചെയ്തേ നോക്കൂ. 42 കൊല്ലം അവരുടെ കയ്യിലിരുന്ന സാധനം തിരിച്ചു കിട്ടി. ഇയാൾ ഈ പറഞ്ഞതുപോലെ അയാൾ കയറിയതിന് ശേഷം പറഞ്ഞത് ഇപ്പം 50 75 ആകും. പണി ചെയ്തേ വെക്കൂ, അല്ലാതെ പറ്റത്തില്ല. അതിനായിരിക്കും, അതാണ് മോദിയും പറഞ്ഞത്, പണി ചെയ്തേ വെക്കൂ. ഞാൻ കോർപ്പറേഷനിൽ തുടങ്ങി രാജ്യം ഭരിക്കുന്നു, നിങ്ങളും കോർപ്പറേഷൻ തുടങ്ങി കേരളമൊക്കെ പിടിച്ചോണ്ട് വാ എന്നുള്ളതാണ് എൻ്റെ ഒരു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.